ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്ക് കുറച്ച് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബിരിയാണിക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ എങ്ങനെ മാരിനേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിലേക്ക് പൊടികളായി മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നാരങ്ങയുടെ നീര്, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ അടുത്ത്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയുടെ പകുതിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു അരമണിക്കൂർ നേരം മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയുടെ ബാക്കി ഭാഗം എടുത്ത് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 4 വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. അരച്ചല്ല, ചതച്ചെടുക്കുക. ഇനി നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇപ്പോൾ ചതച്ച് എടുത്തിരിക്കുന്ന ആ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് എണ്ണയോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പതുക്കെ ഇതിൽ നിന്നും ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ 1-2 വട്ടം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം കൂടെ ചിക്കനൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ചിക്കൻ ഏകദേശം കംപ്ലീറ്റ്ലി വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഡ്രൈ ഫോമിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് മല്ലിയില കൂടി വെതറിയിട്ടെടുക്കാവുന്നതാണ്. ഇനി കറിയായിട്ട് കുറച്ച് നീട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. എപ്പോഴും കറിയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് നല്ലപോലെ തിള വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മല്ലിയില കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ലൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 2 പച്ചമുളക് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക്